നമസ്കാരം മാന്യ പ്രേക്ഷകരെ, വലിയ സ്നേഹ നമസ്കാരം. എന്തൊക്കെ ബഹളമായിരുന്നു! അമ്പും വില്ലും കത്തിയും AK-47 ഞമ്മന്റെ അമ്പര് കാക്ക, നിലമ്പൂർ MLA അമ്പര് കാക്കാന്റെ യുദ്ധമുറകൾ എന്തൊക്കെയായിരുന്നു അല്ലെ? അമ്പർ കാക്ക ഇപ്പൊ പിണറായി തമ്പുരാനെ കണ്ട് താഴോട്ടങ്ങോട്ട് ഇറങ്ങി വന്ന പത്രസമ്മേളനം ഒക്കെ എല്ലാവരും കണ്ടോ? എന്തൊക്കെയായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്? MR അജിത് കുമാർ എന്ന് പറയുന്ന ഇവിടത്തെ ലോ ആൻഡ് ഓർഡർ, അതല്ലെങ്കിൽ ക്രമസമാധാന നില, ഒരു സംസ്ഥാനത്തിന്റെ സമാധാനപൂർണമായിട്ടുള്ള അന്തരീക്ഷം കീപ്പ് ചെയ്യേണ്ട, സംരക്ഷിക്കേണ്ട ഒരു ഉദ്യോഗസ്ഥൻ, മുതിർന്ന ഉദ്യോഗസ്ഥൻ, അയാൾ DGP-യുടെ പവർ, അതിലും വലിയ പവറുള്ള ഒരു എക്സ്ട്രാ DGP ആണെന്നും, അയാൾ ഇവിടെ സ്വർണ്ണ കള്ളക്കടത്തും അതല്ലെങ്കിൽ മയക്കുമരുന്നായിക്കോട്ടെ കൊള്ളയും കൊള്ളിവെപ്പും കൊലപാതകങ്ങളും എല്ലാം നടത്തുന്നു, ഇവിടത്തെ പോലീസ് സേനയെ പൂർണ്ണമായിട്ടും ഹൈജാക്ക് ചെയ്തിരിക്കുന്നു. ഇതാ വേറൊരുത്തം വന്നിരിക്കുന്നു, SP, ഏതാ പത്തനംതിട്ടയിലെ SP ആയിട്ടുള്ള സുജിത്ത്. ഇയാൾ എന്താ ചെയ്യുക? ഇയാളാണ് ഇവിടുത്തെ സ്വർണം പൊട്ടിക്കൽ ടീമിന്റെ 60% കമ്മീഷൻ, അതായത് സ്വർണ്ണ കള്ളക്കടത്ത് നടത്തുന്ന വലിയ കള്ളക്കടത്തുകാരുണ്ടല്ലോ, അവരിൽ നിന്ന് സ്വർണം കള്ളക്കടത്ത് പൊട്ടിക്കുക, അവരെ പിടിക്കുക, എന്നിട്ടോ അവരെ വെറുതെ വിടുക, അവരിൽ നിന്ന് സ്വർണം പിടിച്ചെടുക്കുക. ആ പിടിച്ചെടുത്ത സ്വർണത്തിലെ 60% മുക്കിയതിന് ശേഷം എന്ത് ചെയ്യാം? കസ്റ്റംസിന് വിട്ടുകൊടുക്കുക. അത്തരത്തിൽ കോടിക്കണക്കിന് രൂപയുണ്ടാക്കുക. ഇവിടത്തെ കള്ളന്മാരും കൊലയാളികളും എല്ലാവരുമായി കൂട്ടുകച്ചവടം എന്നൊക്കെ പറഞ്ഞ് MR അജിത് കുമാർ എന്ന് പറയുന്ന IPS കാരനായിട്ടുള്ള പിണറായി വിജയന്റെ വലങ്കൈയായിട്ടുള്ള അയാളെയും അയാളുടെ ചിങ്കിടിയായിട്ടുള്ള SP സുജിത്ത് ദാസ്, ഇയാളെയും ഒക്കെ അങ്ങോട്ട് പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്നുകൊണ്ട് കേരളത്തെ ഇതാ ഇപ്പൊ ശുദ്ധീകരിച്ച, ഇപ്പൊ ശരിയാക്കി തരാമെന്നും പറഞ്ഞു വന്ന ഞമ്മന്റെ അമ്പറിന്റെ, കാറ്റ് പോയ അമ്പറിന്റെ രൂപം കാണണമെന്നുണ്ടെങ്കിൽ ചാനൽ വെച്ച് നോക്കും മക്കളെ. 1.5 രൂപ. ഇത് പെറ്റ തള്ള കണ്ടാൽ സഹിക്കില്ല. നോക്കൂ, MR അജിത് കുമാറിനെയും P ശശിയുടെയും ഓഡിയോ ലീക്കായി പിണറായി വിജയനെയും കൊണ്ടേ ഞങ്ങൾ പോകൂ എന്നതിന് ഒരു ഓഡിയോ ഒന്നും വേണ്ട. കാരണം പിണറായി വിജയന്റെ വലങ്കൈയായി നിൽക്കുന്ന 2 എണ്ണം, അങ്ങോട്ടും ഇങ്ങോട്ടും ഇടതും വലതുമായി നിൽക്കുന്ന 2 അഴിമതി നിറഞ്ഞ 2 എണ്ണം തന്നെയാണ് MR അജിത് കുമാർ ആയാലും ഈ പറയുന്ന P ശശി ആയാലും. P ശശിയെ പറയുമ്പോൾ ഒന്നുകൂടെ എടുത്ത് പറയേണ്ടത് എന്ത് കാരണം? P ശശി ഈ ഇടതുപക്ഷത്തിന്, നമ്മൾ കണ്ടു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്ന സമയത്ത് സിനിമ കൊട്ടകയിലെ സിനിമക്കാരുടെ കോഴികളെ നമ്മൾ കണ്ടില്ലേ, സിനിമക്കാരായിട്ടുള്ള കോഴികളെ. അത്തരത്തിൽ കമ്മ്യൂണിസ്റ്റുകളുടെ കോഴികളുടെ രാജാവാണ് P ശശി എന്ന് പറയുന്ന ആ ചങ്ങാതി. ആ ചങ്ങാതിക്ക് പിണറായി വിജയനായിട്ടുള്ള ബന്ധം എന്തെന്നറിയാമോ? പിണറായി വിജയന്റെ പൊളിറ്റിക്കൽ സെക്രട്ടറി. എന്താ പൊളിറ്റിക്കൽ സെക്രട്ടറി? രാഷ്ട്രീയപരമായിക്കോട്ടെ ഏതൊരു രീതിയിലുമുള്ള ഉപദേശം കൊടുക്കുന്ന പ്രധാനപ്പെട്ട ഒരു ഉപദേശകനാണ് P ശശി എന്ന് പറയുന്ന ഈ പിണറായി വിജയന്റെ വലങ്കയ്യം. ഈ പിണറായി വിജയന്റെ വലങ്കയ്യുള്ള P ശശിയെ പെൺവിഷയത്തിൽ ഞാനല്ല പറഞ്ഞിട്ടുള്ളത്. ഈ പാർട്ടി തന്നെ, കമ്മ്യൂണിസ്റ്റ് പാർട്ടി തന്നെ പല സമയങ്ങളിൽ ഇയാളുമായി ചേർന്നിട്ടുള്ള പെൺവിഷയങ്ങൾ കണ്ടെത്തുകയും ഇയാൾക്കെതിരെ അച്ചടക്ക നടപടിയും സ്വീകരിച്ചിട്ടുണ്ട്. പക്ഷേ പിണറായി വിജയൻ അയാളെ കൈവിടാനൊക്കില്ല. കാരണം എന്താ? പിണറായി വിജയന്റെ ആദ്യകാലം മുതൽ, പിണറായി വിജയന്റെ ടീനേജ് മുതൽ ഈ അവസാന കാലഘട്ടം എത്തി നിൽക്കുന്ന ഈ നാൾ വരെയുള്ള എല്ലാ കാര്യങ്ങളുടെയും രഹസ്യം സൂക്ഷിപ്പുകാരൻ തന്നെയാണ് ഈ P ശശി. അതുകൊണ്ട് തന്നെ ഇവൻ എത്ര പെണ്ണ് പിടിച്ചാലും, എത്ര കൊള്ള നടത്തിയാലും, എത്ര കൊലപാതകങ്ങൾ നടത്തിയാലും അത് ഞമ്മന്റെ അമ്പറുട്ടിയെ പോലെയുള്ള നാലാംകിട രാഷ്ട്രീയ കൂട്ടിക്കൊടുപ്പുകാർ വിളിച്ചു പറഞ്ഞു കഴിഞ്ഞാലും പിണറായി വിജയനെ ലെവലേശം പോലും ഏൽക്കില്ല. പിണറായി വിജയൻ അവർക്കെതിരെ ആക്ഷൻ പോയിട്ട് ചെറുവിരൽ പോലും അനക്കില്ല. ഇപ്പൊ MR അജിത് കുമാറിന്റെ സ്ഥാനം ഇപ്പോൾ തെറിക്കുമെന്നും പ്രതീക്ഷിച്ചിരുന്ന മണ്ടൻ മലയാളി, നീ വെറും മണ്ടനല്ല, തിരുമണ്ടനാണ് എന്നുകൂടി പറയേണ്ടതുണ്ട്. നീ വിചാരിച്ചോ MR അജിത് കുമാർ എന്ന് പറയുന്ന IPS കാരനെ പിണറായി വിജയൻ ലോ ഓർഡറിൽ നിന്ന്, അതല്ലെങ്കിൽ സംസ്ഥാനത്തിന്റെ ക്രമസമാധാന നില ഭദ്രമാക്കുന്ന ADGP തസ്തികയിൽ നിന്ന് നീക്കം ചെയ്യുമെന്ന് നീ കരുതിയോ മണ്ടൻ മലയാളി? എങ്കിൽ നിനക്ക് തെറ്റിയെന്ന് മാത്രമല്ല, നീ തിരുമണ്ടന്റെയും അപ്പുറത്തുള്ള മണ്ടനാ. കാരണം പിണറായി വിജയന്റെ ദുബായിലേക്കുള്ള യാത്രയായിക്കോട്ടെ, മറ്റൊട്ടേറെ നിഗൂഢതകൾ നിറഞ്ഞ യാത്രകളിലായാലും പ്രവർത്തനങ്ങളിലായാലും ഒട്ടുമിക്ക സ്ഥലങ്ങളിലും ഈ MR അജിത് കുമാർ എന്ന് പറയുന്ന ADGP-യുടെ പേര് പരാമർശിക്കപ്പെടുന്നുണ്ട്, അതല്ലെങ്കിൽ അയാളുടെ സാമീപ്യം പരാമർശിക്കപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പിണറായി വിജയന്റെ സകലമായ രഹസ്യങ്ങളും അറിയുന്ന ഈ P ശശിയെയും MR അജിത് കുമാറിനെയും തൊട്ട് കഴിഞ്ഞാൽ അവർ പിണറായി വിജയനെയും
കൊണ്ടേ പോവൂ എന്ന് പിണറായി വിജയൻ അറിയാം. ഇനി പിണറായി വിജയന് മാത്രമാണോ അറിയുക? അല്ല, ഇന്ന് കേരളത്തിലെ CPM എന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് മാർക്സിസ്റ്റ് എന്ന് പറയുന്ന ഈ സാധനമുണ്ടല്ലോ, അതിന്റെ തലതൊട്ടപ്പൻ ആരാ 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 നമ്മുടെ ഇരട്ടൈ പരട്ടൈ സംഘം തന്നെയാണ്. അതുകൊണ്ട് ഗോവിന്ദൻ കുട്ടി മാച്ചറായാലും ഇനി വേണ്ട TP രാമകൃഷ്ണനായാലും എല്ലാം കണക്കായി, എല്ലാം അനങ്ങില്ല. പിണറായി വിജയന്റെ ഒരു നോട്ടത്തിൽ അലിഞ്ഞില്ലാതാകും ഇവന്മാർ. ഇന്നിപ്പോൾ PV അൻവർ മുഖ്യമന്ത്രിയുമായി സന്ദർശനം നടത്തി തന്റെ എല്ലാ പ്രശ്നങ്ങളും അവതരിപ്പിച്ചു. ഇതോ MO അജിത് കുമാറിനെയും P ശശിയെയും ചെവിക്ക് തൂക്കിയെടുത്ത് പിണറായി വിജയൻ വെളിയിലേക്ക് എറിയുമെന്ന് നിങ്ങൾ കരുതിയോ? നിഷ്കളങ്കരായിട്ടുള്ള തിരുമണ്ടൻ മലയാളി കരുതിയോ? നോക്കൂ, മണ്ടൻ മലയാളിയെ ഇവിടെ തരംതിരിച്ചിരിക്കുന്ന ഏതൊക്കെ രീതിയിലെന്നറിയാമോ? രാഷ്ട്രീയ അടിമയെന്നും മതവാദിയായിട്ടുള്ള മതവർഗീയവാദിയായിട്ടും ഇവിടെ തരംതിരിക്കപ്പെട്ടിട്ടുണ്ട്. അത് ഹിന്ദുവെന്നും മുസ്ലിം എന്നും ക്രിസ്ത്യൻ എന്നും തരംതിരിച്ചുകൊണ്ട് പ്രത്യേകിച്ച് ഹിന്ദുക്കളെയാണ് കേട്ടോ ഇവിടെ പറയേണ്ടത്. എന്ത് കിട്ടിയാലും കൊണ്ടാലും പഠിക്കാത്ത മലയാളി ഹിന്ദു ഉണ്ടല്ലോ, സഖാവ് ഹിന്ദു ഉണ്ടല്ലോ, കോൺഗ്രസ് ഹിന്ദു ഉണ്ടല്ലോ, ഇവനൊക്കെ വോട്ട് കുത്തി ചെയ്യിപ്പിക്കുന്ന ഇവിടത്തെ ആ രാഷ്ട്രീയ വർഗമുണ്ടല്ലോ, പിമ്പുകളുണ്ടല്ലോ, കൂട്ടിക്കൊടുപ്പുകാർ, അവർക്ക് വേണ്ടി വോട്ട് കൂട്ടാൻ വേണ്ടി മാത്രം ജന്മം എടുത്തിട്ടുള്ള ഈ തിരുമണ്ടൻ ഇനിയും മനസ്സിലാക്കുന്നില്ലെന്നേ. ഇപ്പോഴും പിണറായി വിജയൻ എന്ന് പറയുന്ന തമ്പ്രാന് വേണ്ടി വാത്തോരാതെ സോഷ്യൽ മീഡിയയിൽ ശബ്ദിക്കുന്ന ആളുകളുടെ പേര് വിവരം നിങ്ങൾ എടുക്കുക. മുൻപിലോ പിറകിലോ സഖാവ് ഉണ്ടെങ്കിലും അവന്റെ പേരെന്തായിരിക്കും? ഒരു ഹിന്ദു നാമമായിരിക്കും. ഇവനെ വിഭജിച്ചെടുത്തിരിക്കുകയാണ് ഇവിടത്തെ അടിമ കമ്മികൾ. പൂർണ്ണമായിട്ടും അടിമ കമ്മി പട്ടം നൽകി ഇവനെ ഏറ്റെടുക്കുമ്പോൾ പിണറായി തമ്പ്രാന് വേണ്ടി എത്ര തലം വരെയും താഴോട്ട് ഇറങ്ങിപ്പോയി ഞങ്ങൾ പണിയെടുക്കുമെന്ന് പ്രഖ്യാപിക്കുന്ന മണ്ടൻ ഹിന്ദു മലയാളി സഖാവേ, നീ അറിയുക, നിന്റെ തലതൊട്ടപ്പനായുള്ള പിണറായി വിജയൻ ഇവിടെ ഒന്നും ചെയ്യില്ല. കാരണം പിണറായി വിജയൻ എല്ലാത്തിന്റെയും കള്ളത്തിന്റെയും കൊള്ളയുടെയും കൊള്ളിവെപ്പിന്റെയും കൊലയാളിയുടെയും കൊല ചെയ്യുന്നതിന് ഏതൊക്കെ മാഫിയ തലവനാണോ അതിന്റെയൊക്കെ ഏറ്റവും ഉന്നത ശ്രേണിയിലുള്ള തലവൻ ആരെന്ന് ആരെങ്കിലും സംശയിച്ചാൽ, അത് പിണറായി വിജയൻ ആണ് എന്ന് സംശയിച്ചാൽ ഒരിക്കലും അവനെ കുറ്റപ്പെടുത്താനാവില്ല. എന്തായാലും പിണറായി വിജയന്റെ വലങ്കയും ഇടങ്കയുമായിട്ടുള്ള P ശശി എന്ന് പറയുന്ന പെണ്ണുപിടിയൻ, ഞാൻ പറഞ്ഞതല്ല കേട്ടോ പെണ്ണുപിടിയൻ, ഇയാൾക്കെതിരെ ഈ CPM-ൽ തന്നെ പെണ്ണ് പിടിച്ചതിന് ഒരുപാട് നടപടികൾ എടുക്കപ്പെട്ടിട്ടുണ്ട്. അതിനുശേഷം പിണറായി വിജയൻ അയാൾക്ക് ഏറ്റവും ഉന്നത പദവി കൊടുത്തു. ആ പദവിയുടെ പേരെന്താ മക്കളെ? പൊളിറ്റിക്കൽ സെക്രട്ടറി. ആരുടേതാ മക്കളെ? ഞമ്മന്റെ സഖാവിന്റെ. അപ്പൊ സഖാവിന്റെ പൊളിറ്റിക്കൽ സെക്രട്ടറിയിൽ നിന്നും ഈ പെണ്ണുപിടിയിൽ നിന്നും കിട്ടുന്ന ഉപദേശങ്ങൾ ഏതൊക്കെ തരം ഉപദേശങ്ങളായിരിക്കും, എന്തൊക്കെയായിരിക്കും? അതുകൊണ്ട് PV അൻവർ എന്ന് പറയുന്ന നിലമ്പൂരിന്റെ അൻവറിന്, നിലമ്പൂരിന്റെ MLA-ക്ക് കോടിക്കണക്കിന് രൂപ കൊടുത്ത് പേയ്മെന്റ് സീറ്റ് വാങ്ങിക്കൊണ്ട് സ്വതന്ത്രനായി മത്സരിച്ച PV അൻവറിന് ഇവിടെ ജയിച്ചിട്ടുണ്ടെങ്കിൽ അയാൾക്ക് അയാളുടെ വ്യക്തിപരമായിട്ടുള്ള ലക്ഷ്യങ്ങൾ ഒരുപാടുണ്ട്. ആ ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി സംസ്ഥാന സർക്കാരിനെ തന്നെ നിലംപരിശാക്കുന്ന രീതിയിൽ ഇത്തരത്തിൽ ആരോപണവുമായി മുന്നോട്ട് വരുമ്പോൾ ആ അൻവറിനെയും ശാന്തനാക്കുക. പിന്നെയോ, എന്നാൽ ഈ അജിത് കുമാറിനെയും P ശശിയെയും തൊടാതെ തന്നെ അൻവറിനെ ശാന്തനാക്കാനുള്ള മരുന്ന് പിണറായി വിജയൻ കൊടുത്തിട്ടുണ്ട്. ആ മരുന്നും കഴിച്ച് ഇറങ്ങി വരുന്ന ഈ അൻവർ കുട്ടിയുടെ മുഖഭാവം കണ്ടോ? അൻവർ കുട്ടി പറയുക, ഞാൻ ചെയ്യാനുള്ളതെല്ലാം ചെയ്തു കഴിഞ്ഞു, ഇനി ചെയ്യേണ്ടത് ആരാണ്? പിണറായി തമ്പുരാന. എന്നാൽ പിണറായി തമ്പുരാൻ വല്ലൊന്നും ചെയ്യോ? ഒന്നും ചെയ്യില്ലെന്ന്. ഇവിടെ ഈ അജിത് കുമാർ എന്ന് പറയുന്ന മഹാകൊള്ളക്കാരനാണെന്ന് ഈ പിണറായി വിജയന്റെ ഭരണകക്ഷിയിൽപ്പെട്ട MLA തന്നെ വിളിച്ചു പറഞ്ഞിട്ട് അയാളെ ഇന്നും ഒരു ചെറുവിരൽ കൊണ്ട് പോലും അനക്കി ചോദ്യം ചെയ്യാനോ മാറ്റി നിർത്താനോ തയ്യാറാവാത്ത മണ്ടൻ മലയാളിയുടെ പ്രമുഖ ഈ നേതാവായിട്ടുള്ള പിണറായി വിജയന് വേണ്ടി ജയ് വിളിക്കുന്ന മണ്ടൻ മലയാളി, നീ അറിയുക, ഇതൊരു കൂട്ടുകച്ചവടമാണ്. ഈ PV അൻവർ എന്തുകൊണ്ട് ഇത്തരത്തിൽ ഒരുപാട് ആരോപണങ്ങൾ ഉന്നയിച്ചു എന്നുള്ളത് നീ മനസ്സിലാക്കുക. അയാൾക്ക് വ്യക്തിപരമായിട്ട് പിണറായി വിജയൻ എന്ന് പറയുന്ന ഈ കൊള്ളക്കാരുടെ തലവനായിട്ടുള്ള എന്ന് ഏതെങ്കിലും പ്രേക്ഷകൻ തെറ്റിദ്ധരിച്ചു കഴിഞ്ഞാൽ കുറ്റപ്പെടുത്താനാവാത്ത രീതിയിലേക്ക് ഈ CPM എന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ കൂട്ടിക്കൊടുത്ത് ആ പാർട്ടിയെ നശിപ്പിച്ച് ഇന്ന് ഏറ്റവും അടിയിൽ മുച്ചൂട് മുടിപ്പിച്ച രീതിയിൽ നിൽക്കുന്ന ഈ പിണറായി വിജയനിൽ നിന്ന് ഇയാൾക്ക് കുറെ നേടാനുണ്ടായിരുന്നു. ആർക്ക്? ഞമ്പൻ അമ്പർകുട്ടിക്കെതിരെ ഒരുപാട് കേസുകളുണ്ട്, ഒരുപാട് കോടതി വിധികളുണ്ട്, ഒരുപാട് കോടതി പരാമർശങ്ങളുണ്ട്, ഒരുപാട് കോടതി ഉത്തരവുകളുണ്ട്. അതൊന്നും തൽക്കാലം ഞാൻ നടപ്പിലാക്കില്ല. അതിനെനിക്ക് സംസ്ഥാന സർക്കാരിന്റെ പൂർണ്ണ പിന്തുണ വേണം. ഇവിടുത്തെ പോലീസ് സംവിധാനം ഞാൻ പറയുന്ന എന്റെ വിരൽത്തുമ്പിൽ നിൽക്കണം. അതിന് ഈ നാട്ടിലെ പോലീസ് മന്ത്രിയായിട്ടുള്ള പിണറായി വിജയനെ ചൂണ്ടുവിരലിൽ നിർത്താൻ ചില കാര്യങ്ങൾ ഞമ്മന്റെ അമ്പർകുട്ടി ചെയ്തു വെച്ചു. അതിന്റെ തെളിവുകൾ കൃത്യമായിട്ട് ഞമ്മന്റെ പിണറായി
തമ്പുരാന് നൽകി. എന്നിട്ട് ഇറങ്ങി വരവുണ്ടല്ലോ മക്കളെ, അവിടെ പിണറായി വിജയനെ വിരൽത്തുമ്പിൽ നിർത്തിയ അൻവറിന്റെ ആ ഒരു സന്തോഷം നമ്മൾ ഉള്ളിൽ കാണേണ്ടതുണ്ട്. എന്നാൽ ഈ അൻവർ എന്റെ സംസ്ഥാന സർക്കാർ, എന്റെ സർക്കാരിനെ മറച്ചിടാൻ വേണ്ടി രംഗത്തിറങ്ങിയ അമ്പർകുട്ടിയെ അങ്ങോട്ട് സിംഹമായി കയറി ചെന്ന അമ്പർകുട്ടി ഇങ്ങോട്ട് എലിയായി ഇറങ്ങി വന്ന ആ കാഴ്ചയും ഉണ്ടല്ലോ. അപ്പോൾ ഇവിടെ ആരുടേതൊക്കെ ആ വിജയം? പിണറായി വിജയനും വിജയമാണ്. പിന്നെയോ തന്റെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങൾ നേടാൻ വേണ്ടി പിണറായി വിജയനെ വിരൽത്തുണ്ടിൽ ചൂണ്ടുവിരലിൽ നിർത്തിയ അൻവറിനും വിജയ. ആരാ ഇവിടെ പരാജയപ്പെട്ടത്? അപ്പോൾ ഇവിടെ പരാജയപ്പെട്ടത് മറ്റാരുമല്ല, ഇവനെയൊക്കെ വോട്ട് കുത്തി ജയിപ്പിച്ച് ഇവിടെ വീതിച്ചെടുക്കപ്പെട്ട ഇവിടത്തെ ഹിന്ദു സഖാക്കന്മാരുണ്ടല്ലോ, ഇവന്മാരാണ് പരാജയപ്പെട്ടത്. ഈ നാട്ടിൽ ഒന്നടങ്കമുള്ള ജനാധിപത്യ ബോധ്യമുള്ള മലയാളി ഉണ്ടല്ലോ, അവനാ പരാജയപ്പെട്ടത്. അതുകൊണ്ട് നീയൊക്കെ വാഴ്ത്തിപ്പാടുന്ന പിണറായി വിജയനായാലും അൻവറായാലും ഇവരൊക്കെ പണിയെടുക്കുന്നത് നിനക്കൊക്കെ വേണ്ടിയാണെന്ന് നീ ധരിച്ചിട്ടുണ്ടെങ്കിൽ അത് നിന്റെ മൂഢസ്വർഗത്തിലെ ചിന്തയാണ്, നിന്റെ പൊട്ടത്തരമാണ് എന്ന് മാത്രമേ പറയാനുള്ളൂ. എന്തായാലും അമ്പർകുട്ടി പറയാനുള്ളത് ഒരുപാട് അങ്ങോട്ട് പറഞ്ഞു 2-3 ദിവസമായിട്ട്. എന്നിട്ട് വല്ലതും അനക്കിയോ? നോക്കൂ, നമ്മുടെ നാടിനെ കട്ടുമുടിക്കുന്ന കൊള്ളക്കാരെ കുറിച്ച് പറഞ്ഞു, നമ്മുടെ നാടിനെ കാർന്നു തിന്നുന്ന ക്യാൻസറുകളായിട്ടുള്ള രാഷ്ട്രീയക്കാരെ കുറിച്ച് പറഞ്ഞു, നമ്മുടെ നാടിനെ കാർന്നു തിന്നുന്ന രാഷ്ട്രീയക്കാർക്ക് കൂട്ടിക്കൊടുത്ത് നടത്തുന്ന ഇവിടത്തെ പോലീസ് സംവിധാനത്തെ കുറിച്ച് പറഞ്ഞു. ഇതിലും അധികം എന്തിനാണ് മലയാളി, അതും ഭരണകക്ഷിയിൽപ്പെട്ട ഒരു MLA തന്നെ നിനക്ക് ഇനിയും പറഞ്ഞു തരേണ്ടതുണ്ടോ? ഇല്ല, ഇതൊക്കെ പറഞ്ഞു തന്നാലും അത് ഈ ചെവിയിലൂടെ കേട്ട് ഈ ചെവിയിലൂടെ പുറത്തു വിട്ട് ഈ രാഷ്ട്രീയക്കാരുടെ അമേദ്യം 3 നേരം വെട്ടി വിഴുങ്ങി തിന്നുന്ന മണ്ടൻ മലയാളി നിന്നെ ഇനി വിശേഷിപ്പിക്കാൻ ഒരു പേരുമില്ല, ഒരു പദവിയുമില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇനി ഈ നിമിഷം ഒരു തിരഞ്ഞെടുപ്പ് വന്നാൽ പോലും അവിടെയും പിണറായി വിജയൻ എന്ന് പറയുന്ന അതല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇട്ടുകൊടുക്കുന്ന ഏതെങ്കിലും നക്കാപ്പിച്ച രാഷ്ട്രീയ നേതാക്കന്മാർക്ക് വോട്ട് കുത്തി അവരെ വിജയിപ്പിച്ചുകൊണ്ട് തന്നെ ഭരിക്കാൻ വേണ്ടി തന്നേക്കാൾ വലിയ കള്ളനും കൊള്ളക്കാരുമായിട്ടുള്ള സഖാക്കന്മാരെ തിരഞ്ഞെടുക്കുന്ന കുട്ടി സഖാക്കന്മാരും അവരുടെ അടിമ കമ്പികളായിട്ടുള്ള സഖാക്കന്മാരും ഉണ്ടല്ലോ. നീ മനസ്സിലാക്കിക്കോ, നിന്റെ ഗതി ഇവിടത്തെ ഭഗവാൻ എന്ന് വിചാരിക്കുന്നത് PV അൻവർ അറിയാം, ഞാൻ എല്ലാം വിട്ടുകൊടുത്തിരിക്കുന്നു, ഇനി സർവശക്തനായിട്ടുള്ള ദൈവമാണ് എല്ലാത്തിനും നടപടിയെടുക്കേണ്ടത്. ഏതാ സർവശക്തനായിട്ടുള്ള നമ്മന്റെ ഭഗവാൻ? ഒരു ഇടതുപക്ഷ MLA ആണ് പറയുന്നത് സർവശക്തനായിട്ടുള്ള ദൈവമുണ്ടല്ലോ, ആ ദൈവമാണ് ഇനി ഇവിടെ നീതി നടപ്പിലാക്കേണ്ടത്. അവന്റെ ഭാഷയിലുള്ള സർവശക്തൻ ഏതെന്ന് നമ്മൾക്കറിയാം, അവന്റെ മതത്തിലുള്ള സർവശക്തൻ ഏതെന്ന് നമ്മൾക്കറിയാം. അത് തന്നെയാണ് ഇവിടെ സംഭവിക്കാൻ പോവുക. എന്താ സംഭവിക്കാൻ പോവുക? ഇത് ഞമ്മന്റെ നാടാക്കി മാറ്റണം. ഞമ്മന്റെ നാടാക്കി മാറ്റാൻ PV അൻവറിന്റെ തോളോട് തോൾ ചേർന്ന് നിന്നുകൊണ്ട് ഒരു MLA കൂടി ഇറങ്ങിയിട്ടുണ്ട്. ആ MLA-യുടെ പേരാണ് KT ജലീൽ. ഈ KT ജലീലിനെതിരെ ഉയർന്നിട്ടുള്ള ആരോപണങ്ങൾ എന്തൊക്കെയായിരുന്നു? ഖുറാൻ എന്ന് പറയുന്ന ഇവന്റെയൊക്കെ വിശുദ്ധ കിതാബുണ്ടല്ലോ, ആ കിതാബിന്റെ പേരിൽ പോലും ഇവിടേക്ക് സ്വർണം കള്ളക്കടത്ത് നടത്തിയോ എന്ന് സംശയത്തിന്റെ നിഴലിൽ നിൽക്കുന്ന ആ MLA-യും ഇവിടെ നിലമ്പൂരിൽ ഏതൊരു കൊച്ചുകുട്ടിയോടും അന്വേഷിക്കുക, PV അൻവറിന്റെ പഴയകാല ചരിത്രവും ഇപ്പോഴത്തെ ചരിത്രവും അന്വേഷിക്കുക. ആ ചരിത്രം അറിയുമ്പോൾ എല്ലാവർക്കും അറിയാൻ പറ്റും ഈ ജലീലും ഈ പറയുന്ന അൻവറും ഒരു ഉമ്മ പെറ്റ മക്കൾ തന്നെയാണ്. ഏതൊക്കെ രീതിയിൽ വെട്ടിപ്പും കള്ളക്കടത്തും കൊള്ളയും കൊള്ളിവെപ്പും കൊലയും ഒക്കെ നടന്നാലും വേണ്ടില്ല, തങ്ങളുടെ നിലപാടുകൾ നിലനിർത്താനും കക്കുന്നതിനെ മൂടി വെക്കാനും അറിയുന്ന ഇമാതിരി രാഷ്ട്രീയ കോമരങ്ങളുടെ അടിമകളായി നടക്കുന്ന മണ്ടൻ മലയാളിയോട് ഇത്രയെങ്കിലും പറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് ഒരു ഇവിടത്തെ കൃത്യമായിട്ട് ജനാധിപത്യ രീതിയിൽ ഈ നാട് വളരണം, നമ്മുടെ കേരളം ദൈവത്തിന്റെ നാടാണ് ഇപ്പോഴും എന്ന് വിശ്വസിക്കുന്ന ഒരു മനുഷ്യൻ ഇത്രയെങ്കിലും പ്രതികരിച്ചില്ലെങ്കിൽ എങ്ങനെയാണ് ഇനി നമ്മൾക്ക് നമ്മുടെ മണിക്കൂറുകൾ ചിലവഴിക്കാനാവുക എന്നത് എടുത്തു പറയേണ്ടതുണ്ട്. എന്തായാലും അമ്പർകുട്ടി ഇവിടെ വലിയ കത്തിയും AK-47 എന്തൊക്കെയായിരുന്നു അല്ലെ? ഇനി ഒന്നുമില്ല, ഇനി പുലിക്കുട്ടിയും അല്ലേ എലിക്കുട്ടിയായിട്ട് നിലമ്പൂരിലേക്ക് വരും. കാരണം അയാൾക്ക് വ്യക്തിപരമായിട്ട് ഒരുപാട് നേട്ടങ്ങൾ നേടാനുണ്ടായിരുന്നു. അതിന് സംസ്ഥാന സർക്കാരിനെ ഒന്ന് ചൂണ്ടുവിരലിൽ വിറപ്പിച്ച് നിർത്തേണ്ടതുണ്ടായിരുന്നു. അതുകൊണ്ട് കള്ളനും കൊള്ളിവെപ്പും മടിയിൽ നല്ല കനവുമുള്ള പിണറായി വിജയനെ വിറപ്പിക്കാൻ കൃത്യമായിട്ടും ഇയാൾക്കറിയാം. കാരണം ഉള്ളിലിരിക്കുന്ന കള്ളന്മാർക്കാണല്ലോ ഏതൊക്കെയാണ് കള്ളന്മാർ, ഏതൊക്കെയാണ് കൊള്ളക്കാർ, ഏതൊക്കെയാണ് മാഫിയ തലവന്മാർ എന്ന് അറിയുകയുള്ളൂ. അത് ഈ അൻവറിന് അറിയാം. അൻവർ നേടാനുള്ളത് നേടി അൻവർ തിരിച്ചു വരുന്നു അയാളുടെ സാമ്രാജ്യത്തിലേക്ക്. അയാളുടെ രാജാവ്, അയാൾ തന്നെ രാജാവ്, അയാൾ തന്നെ പ്രജ, അയാളുടെ ബന്ധുജനങ്ങൾ അയാളുടെ ആ ഒരു അടിമകളായി നിൽക്കുന്ന അവർക്ക് വേണ്ടി അയാൾക്ക് വേണ്ടി മാത്രം രാജാവായി അയാൾ തിരിച്ചു വരുന്നു. അല്ലാതെ നിലമ്പൂരുകാരെ നിങ്ങൾ ധരിക്കുന്നുണ്ടോ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈ MLA പ്രവർത്തിക്കുന്നതെന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടോ? നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുക, നിലമ്പൂരിലെ ഒരു കട്ട
സഖാവിനോട് യഥാർത്ഥത്തിൽ ആത്മാർത്ഥമായി അയാളോട് ചോദിക്കുക, നിങ്ങളുടെ നിലമ്പൂരിലെ MLA യെ കുറിച്ച് നിങ്ങൾ ചോദിക്കുക. അപ്പോൾ ആ സഖാവ് അയാളുടെ മനസ്സിലുള്ളത് നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞാൽ അത് ലക്കായിരിക്കും, ഭാഗ്യമായിരിക്കും. പക്ഷെ അടിമകളായിട്ടുള്ള ഒരുത്തനും ഒരു സഖാവും പറയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എന്തായാലും നടക്കുന്ന നാടകമേ ഉലകത്തിന് ഇത്രയെങ്കിലും എന്റെ ഭാഗത്തു നിന്ന് പറയേണ്ടതുണ്ട് എന്നുള്ളത് കൊണ്ടാണ് ഇത്രയെങ്കിലും പറയുന്നത്. നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ്, ജയ് ശ്രീറാം.